പല സന്ദർഭങ്ങളിലായി തന്റെ കൂടെ പിറപ്പുകളോടായി നാറാണത്തു ഭ്രാന്തൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലവ നമുക്ക് നോക്കാം. നാറാണത്തു ഭ്രാന്തന്റെ പ്രവർത്തികളിലൊന്ന് ഇഷ്ടപ്പെടാതെ അഗ്നിഹോത്രി പറഞ്ഞു. ഭ്രാന്ത് ഇത്രയ്ക്കുണ്ടാവുന്ന നിരീക്ഷില്ല. നാറാണത്തിന്റെ മറുപടി ഇതായിരുന്നു: എനിക്കു ഭ്രാന്തുണ്ട്, അങ്ങേക്കും ഭ്രാന്തുണ്ട്. സ്വന്തം ഭ്രാന്ത് മനുഷ്യരാരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ എന്റെ ഭ്രാന്ത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. വേറൊരു സന്ദർഭത്തിൽ നാറാണത്തിന്റെ പൊട്ടിച്ചിരിയെക്കുറിച്ചായിരുന്നു അഗ്നിഹോത്രിയുടെ ചോദ്യം. വെറുതെ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? കരഞ്ഞതുകൊണ്ട് എന്താ കാര്യം? എന്നാൽ ചിരിക്കാതെയും കരയാതെയും ഇരുന്നുകൂടെ? അഗ്നിഹോത്രിയുടെ ചോദ്യത്തിന് മറുപടിയായി നാറാണത്തു പറഞ്ഞു: അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. മനുഷ്യന് മാത്രമേ ചിരിക്കാൻ കഴിയൂ, ചിന്തിക്കാനും. ചിരിച്ചുകൊണ്ട് ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ട് ചിരിക്കണം. ഞാൻ അങ്ങനെയാണ്. അഗ്നിഹോത്രി ചോദിച്ച ഇതേ ചോദ്യം ഒരിക്കൽ കാരക്കൽ അമ്മയും ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: ചിരി വരാതിരിക്കുമ്പോഴാണ് ചിരിക്കേണ്ടത്. കൃത്രിമമായിട്ട് പോലും ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കുന്നത് നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും അത് ആരോഗ്യമേകും. മനുഷ്യരെ പോലെ സസ്യങ്ങൾക്കും മരണമുണ്ടോ? കാരക്കലമ്മയുടേതായിരുന്നു ഈ സംശയം. അതിന് നാറാണത്തു മറുപടി പറഞ്ഞു: ജനിച്ചാൽ മരണമുണ്ട്. അതിന് സസ്യമെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ വ്യത്യാസമില്ല. മരണം എന്നത് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു പദം മാത്രമാണ്. അവൻ തന്നെ അതിനു ചില വ്യാഖ്യാനങ്ങളും നൽകിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതാണ് മരണം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും സ്വന്തം നിലനിൽപ്പിന്റേതായ ഭാവം, അതായത് ഞാൻ എന്ന ഭാവമുണ്ട്. ഒരിക്കൽ അഗ്നിഹോത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്ന നാറാണത്തിനോട് അഗ്നിഹോത്രി ചോദിച്ചു: എന്താ നാറാണത്തെ, പായസത്തിന് സ്വല്പം മധുരക്കുറവല്ലേ? സന്തോഷത്തോടെ വിളമ്പിയാൽ ഏതു പുളിച്ച മോരും മധുരിക്കുക തന്നെ ചെയ്യും എന്നതായിരുന്നു നാറാണത്തിന്റെ മറുപടി. നിത്യവും മുടങ്ങാതെ മല മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുകയും പിന്നീടത് താഴേക്ക് തള്ളിയിട്ട് പൊട്ടിച്ചിരിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്ന നാറാണത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരിക്കൽ സഹോദരന്മാർ പരസ്പരം ചർച്ച ചെയ്തു. എന്താ നാറാണത്തെ ഈ ഭ്രാന്തിന്റെ അർത്ഥം? വടുതല നായരുടെ ചോദ്യത്തിന് നാറാണത്തിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: അർത്ഥമുള്ളതെല്ലാം ഭ്രാന്താണ്. ഏതായാലും നാറാണത്തിന്റെ ആ പ്രവൃത്തിയുടെ പൊരുൾ സഹോദരന്മാർ തന്നെ ഇപ്രകാരം പറയുകയുണ്ടായി: അധ്വാനിച്ചാൽ മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ. ഒരു ജോലി ചെയ്ത് മുഴുമിക്കാൻ പ്രയാസമുണ്ട്, എന്നാൽ അത് ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി. കയറ്റം കയറാനുള്ള പ്രയാസം ഇറങ്ങുന്നതിനില്ല. ഒരു കല്ലുരുട്ടി കയറ്റിൽ എത്രയെത്ര അമൂല്യങ്ങളായ ഉപദേശങ്ങളാണ് നമുക്ക് നൽകുന്നതെന്ന് നോക്കൂ. നാറാണത്തിന്റെ പ്രവൃത്തികളിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ പോലും ഒട്ടേറെ തത്വോപദേശങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു.